Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഒരു റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമും അതിൻ്റെ ROCയും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. KTU 2015 അതുപോലെ 19 സ്കീമിന് കോമൺ ടോപ്പിക്കാണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഏത് ബ്രാഞ്ചുകാർക്കും വരുന്ന ടോപ്പിക്കാണ് ഇസഡ് ട്രാൻസ്ഫോം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഈ a raised to n u of minus n minus 1ൻ്റെ ഫുൾ സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാംസിന് സ്ഥിരം ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് a raised to n u of minus n minus 1. എയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ചാനലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. That is x of z equals summation n equals minus infinity to infinity x of n z raised to minus n. ഇനി ഈ u of minus n minus 1 ഒന്ന് ഡ്രോ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അത് ആ സിഗ്നലിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു u of n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്. n ഈക്വൽസ് 0 1 2 അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കാണും. അതിൻ്റെ വാല്യൂ 1 ആണ്. ദിസ് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഡിസ്ക്രീറ്റ് കേസിൽ. ഇനി നെക്സ്റ്റ് ഞാൻ u of n minus 1 ഡ്രോ ചെയ്യുകയാണ്. u of n minus 1 ഡ്രോ ചെയ്യുകയാണ്. n minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേഡ് ആണ്. അതായത് n ഈക്വൽ ടു 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതാണ് 1 സാമ്പിൾ ഡിലേഡ് ആണ്. ഇപ്പോൾ 1 2 3 അപ് ടു ഇൻഫിനിറ്റി അതിൻ്റെ വാല്യൂ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. This is u of n minus 1. അല്ലെങ്കിൽ തന്നെ നമുക്ക് n minus 1 ഈക്വൽ ടു 0, n ഈക്വൽ ടു 1. അപ്പോൾ 1 നിന്നാണ് u of n minus 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡ്രോ ചെയ്യാൻ പോകുന്നത് u of minus n minus 1 ആണ്. u of minus n minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ടൈം റിവേഴ്സൽ അപ്ലൈ ചെയ്യുകയാണ്. ടൈം റിവേഴ്സൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1ലുള്ള വാല്യൂ -1 പോകും, 2ലുള്ളത് -2 അങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ ചെയ്യുന്നത് u of minus n minus 1. നമ്മളുടെ ഈ സിഗ്നൽ u of minus n minus 1. അപ്പോൾ അതിന് നമ്മൾ റിവേഴ്സൽ ചെയ്യുകയാണ്. റിവേഴ്സൽ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് അവർ 0 വാല്യൂ. 1ലുള്ള വാല്യൂ -1 വരും, 2ലുള്ളത് -2, 3ലുള്ളത് -3. ഈ ഒരു ഫോമിലായിരിക്കും അപ് ടു ഇൻഫിനിറ്റി. ദിസ് ഈസ് അവർ u of minus n minus 1 എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മളൊരു a raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴും അതിൻ്റെ ഒക്കറൻസ് എവിടെ വരത്തുള്ളൂ? -ഇൻഫിനിറ്റി തൊട്ട് -1 വരെ അതിന് വാല്യൂസ് കാണത്തുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. നമ്മൾ പാർട്ട് 1 ചെയ്തത് റൈറ്റ് സൈഡ് സിഗ്നലാണ്. ഇത് a raised to n u of minus n minus 1 എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. അപ്പോൾ അതിനകത്ത് ഈ സമ്മേഷൻ n ഈക്വൽ ടു -ഇൻഫിനിറ്റി ഇൻഫിനിറ്റി അതിൻ്റെ ഈ വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ സിഗ്നൽ ഇങ്ങനെ സ്കെച്ച് ചെയ്തത്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ കേസിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി ആണ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. സമ്മേഷൻ n ഈക്വൽസ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് -ഇൻഫിനിറ്റി ടു അപ്പർ ലിമിറ്റ് -1 വരെ വരുന്നത് -1. ഇതിൻ്റെ വാല്യൂ a raised to n u of minus n minus 1 ആണ്. u of minus n minus 1ൻ്റെ വാല്യൂ എന്താ വരുന്നത്? 1 ആണ്. സോ ഇതിന് വരെ നമുക്ക് ഇൻറ്റു 1 എഴുതാം. ഇൻറ്റു എന്ത് വരും? z raised to -n വരും. ഓക്കെ, ഇനി ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഞാൻ ഇവിടെ -1 -2 -3 അങ്ങനെ വാല്യൂസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ -1 വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? a raised to -1 z raised to 1 എന്ന് വരും. ഓക്കെ, ഇവിടുന്ന് വാല്യൂ കൊടുത്തു പോവുകയാണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്ക് -1 കൊടുക്കുമ്പോൾ a raised to -1 z raised to -1 ഇൻറ്റു -1 വരും. അപ്പം +1 വരും. സമ്മേഷൻ ആയതുകൊണ്ട് പ്ലസ്. ഇനി നെക്സ്റ്റ് -2 കൊടുക്കുകയാണ്. അപ്പോൾ a raised to -2 z raised to -2 എന്ന് പറയുമ്പോഴത്തേക്ക് +2 വരും. പ്ലസ് അടുത്ത -3 കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് വരും? a raised to -3 z raised to 3 എന്ന് വരും. പ്ലസ് ഇങ്ങനെ ഇങ്ങോട്ട് വാല്യൂസ് പോകും, അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? ഇതിനെ ഒന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ഫസ്റ്റ് ഞാൻ -1 കൊടുത്തു. അപ്പോൾ a raised to -1 z raised to 1 വന്നു. -2 കൊടുത്തപ്പോഴത്തേക്ക് a raised to -2 z² വന്നു. -3 കൊടുത്തപ്പോഴത്തേക്ക് a raised to -3 z³ അപ് ടു ഇൻഫിനിറ്റി വാല്യൂ വരും.
ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു എ ഇസഡ് ഇൻവേഴ്സ് ഇസഡ് പ്ലസ് എ ഇസഡ് റൈസ് ടു -2 ഇസഡ് സ്ക്വയർ പ്ലസ് എ ഇസഡ് റൈസ് ടു -3 ഇസഡ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഞാൻ ഒന്നും കൂടെ എടുത്തിവിടെ റീറൈറ്റ് ചെയ്യുകയാണ്. എ ഇൻവേഴ്സ് ഇസഡ് പ്ലസ് എ റൈസ് ടു -2 ഇസഡ് സ്ക്വയർ പ്ലസ് എ റൈസ് ടു -3 ഇസഡ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഈ ഒരു ഫോമിൽ സീരീസ് വരും. ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇസഡ് പ്ലസ് ഇതിനെ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതാമല്ലോ. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഇൻവേഴ്സ് ഇസഡ് ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഫോമിൽ എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇതിനകത്തെല്ലാം എ ഇൻവേഴ്സ് ഇസഡ് കോമൺ ആണ്. എ ഇൻവേഴ്സ് ഇസഡ് ഞാൻ കോമൺ എടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ എന്തൊരു 1 പ്ലസ് എ ഇൻവേഴ്സ് ഇസഡ് പ്ലസ് എ ഇൻവേഴ്സ് ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് എ ഇൻവേഴ്സ് ഇസഡ് കോമൺ എടുത്തു. അപ്പോൾ ഈ ഒരു ഫോമിൽ വരും. ഈ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ജനറൽ സീരീസിന്റെ ഫോമിലാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, 1 പ്ലസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ഇൻവേഴ്സ് ഇസഡ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഫോമിലാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരു സീരീസിന്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 1/1 - x for mod x less than 1 equal to infinity for mod x greater than 1. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഈ ഒരു സീരീസ്. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ടേം വരുവാണെങ്കിൽ 1/1 - x for mod x less than 1 equal to infinity for mod x greater than 1 ആണ്. അപ്പോൾ ഇവിടെ x is equal to a inverse z എന്നേ ഉള്ളൂ. നമുക്ക് ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. This is equal to a inverse z into this is 1/1 - x. That is 1/1 - x എന്താ a inverse z. Condition mod a inverse z less than 1. ഈ റിസൾട്ട് വരുവാണെങ്കിൽ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. ദാറ്റ് ഈസ് ഇവിടെ എക്സ് എ ഇൻവേഴ്സ് ഇസഡ് ആണ്. സോ മോഡ് എ ഇൻവേഴ്സ് ഇസഡ് ലെസ് ദാൻ 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എ ഇൻവേഴ്സ് ഇസഡിന് ഇസഡ് ബൈ എ ഫോമിൽ എഴുതാം ഇൻറ്റു 1 ഇതിൻ്റെ കേസിലും 1 - ഇസഡ് ബൈ എ ഫോമിൽ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ എ. ഇത് നമുക്ക് എൽ സി എടുക്കുമ്പോഴത്തേക്ക് എ ബൈ എ മൈനസ് ഇസഡ് ഫോമിൽ വരും. ഇവിടെ എയും ക്യാൻസൽ ചെയ്ത് പോകും. ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ എ മൈനസ് ഇസഡ് എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ ഇവിടെ ഞാൻ കോമൺ എടുക്കുകയാണ്. ഡിനോമിനേറ്ററിൽ നിന്ന് മൈനസ് ഇസഡ് കോമൺ എടുക്കുമ്പോഴത്തേക്ക് 1 - എ ഇസഡ് ഇൻവേഴ്സ് വരും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ഇസഡ് പ്ലസ് എ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ കേസിൽ ഇസഡ് ഇസഡും ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -1/1 - എ ഇസഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, പ്രൊവൈഡഡ് അതിൻ്റെ ROC എന്തായിരുന്നു? മോഡ് എ ഇൻവേഴ്സ് ഇസഡ് വാല്യൂ ലെസ് ദാൻ 1 ആണ്. ഇത് കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് ആ സിഗ്നൽ ഒന്ന് സ്കെച്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ്ങും വാല്യൂസ് കിട്ടി. ആ സമ്മേഷനകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ കേസിൽ എ ഇൻവേഴ്സ് ഇസഡ് നമ്മൾ കോമൺ എടുത്തു. ഇപ്പോഴത്തേക്ക് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് ആണ്. 1 + x + x സ്ക്വയർ പ്ലസ് എക്സെട്ര ഫോമാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/1 - x for mod x less than 1 equal to infinity for mod z greater than 1 ആണ്. ഇവിടെ x എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഇസഡ് ആണ്. നമ്മൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. സെക്കൻഡ് ടേമിൽ നമുക്ക് 1/1 - എ ഇൻവേഴ്സ് ഇസഡ് എന്ന് കിട്ടി. പ്രൊവൈഡഡ് ROC മോഡ് എ ഇൻവേഴ്സ് ഇസഡ് ലെസ് ദാൻ 1 ആണ്. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഇതിൻ്റെ കേസിൽ ഇവിടെ ഒരു മൈനസ് ഇസഡ് കോമൺ എടുത്തു. ഇപ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് -1/1 - എ ഇൻവേഴ്സ് പ്രൊവൈഡഡ് ROC മോഡ് എ ഇൻവേഴ്സ് ഇസഡ് ലെസ് ദാൻ 1 എന്ന് കിട്ടി. ഇതിന് നമുക്ക് ഈ ROC ദാറ്റ് ഈസ് മോഡ് എ ഇൻവേഴ്സ് ഇസഡ് ലെസ് ദാൻ 1 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് ബൈ എ ഫോമിൽ എഴുതാം. ലെസ് ദാൻ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ലെസ് ദാൻ മോഡ് എ വരും. ദിസ് ഈസ് അവർ ROC. എക്സ്പ്രഷൻ എന്തായിരുന്നു കിട്ടിയത്? -1/1 - എ ഇൻവേഴ്സ് ആണ് കിട്ടിയത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് എ ബൈ ഇസഡ് ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് -z/a
ഇസഡ് മൈനസ് എ. ഓക്കെ, മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ഇതിൻ്റെ കേസിൽ മൈനസ് 1/a/z വരും. ഇസഡ് നമ്മൾ എൽസിയെടുക്കുമ്പോഴത്തേക്ക് മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് കിട്ടും. അതിൻ്റെ പോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു എ ആണ് അതിൻ്റെ പോൾ വാല്യൂ. നമുക്ക് എപ്പോഴും ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ROC കൂടെ ഡ്രോ ചെയ്യണം. ROC ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇസഡ് പ്ലെയിൻ ഡ്രോ ചെയ്യും. ഇസഡ് പ്ലെയിനിൽ പോൾ വാല്യൂ കിട്ടിയത് ഇസഡ് ഇസ് ഈക്വൽ ടു എയിലാണ് പോൾ വാല്യൂ വരുന്നത്. നമ്മൾ ആ പോൾ വാല്യൂ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ആ പോളിൽ കൂടെ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യണം. സർക്കിൾ ഡ്രോ ചെയ്തു. ഇതിൻ്റെ കേസിൽ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് ഇസഡ് ലെസ് ദാൻ മോഡ് എ ആണ്. ഇവിടെ ROC മോഡ് ഇസഡ് ലെസ് ദാൻ മോഡ് എ ആണ്. ലെസ് ദാൻ മോഡ് എ മീൻസ് എന്താണ്? ഇത് എ ആണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും അതിൻ്റെ ROC വരുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ ഒരു സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരുന്നു അല്ലേ? നമ്മൾ u ഓഫ് -n -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ ROC എന്ന് വെച്ചാൽ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളായിരിക്കും വരുന്നത്. അതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. എപ്പോഴും നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് a raised to n u of -n -1 z ട്രാൻസ്ഫോം ഈസ് മൈനസ് z by z മൈനസ് എ. നമ്മൾ ജനറലായിട്ട് ഈ മൈനസ് ഇപ്പുറത്തിട്ടായിരിക്കും എക്സ്പ്രഷൻ എഴുതുന്നത്. ഓക്കെ, മൈനസ് a raised to n u of -n -1 z ട്രാൻസ്ഫോം വിൽ ബി z by z മൈനസ് എ ആണ്. എപ്പോഴും അതിൻ്റെ ROC കൂടെ ഡ്രോ ചെയ്യണം. ഇവിടെ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്ത് തന്നെ വരുന്നുണ്ട് മോഡ് x ലെസ് ദാൻ 1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കേസിൽ എന്ത് വരുന്നത്? ആ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻസൈഡിലേക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ ROC വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ a raised to n u of -n -1 എപ്പോഴും ആ എക്സ്പോണൻഷ്യൽ വരുന്ന ആ ടേം ആയിരിക്കും ഇതിൻ്റെ പോൾ വാല്യൂ വരുന്നത്. ഇപ്പോൾ എക്സാംസിന് വേറെ എക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് ചോദിക്കാം. സപ്പോസ് ഒരു എക്സാമ്പിൾ 1/2 raised to n u of -n -1 വരുവാണെങ്കിലും നമുക്ക് ഈ സെയിം പ്രൊസീജിയറിൽ ചെയ്യാം. അതിൻ്റെ പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂണിറ്റ് സർക്കിൾ വരയ്ക്കേണ്ടത് a ഈക്വൽ ടു ഹാഫ് എന്നായിരിക്കും വരയ്ക്കേണ്ടത്. ഈ സിമിലർ പ്രൊസീജിയർ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാംസിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ടും ചോദിക്കാറുണ്ട്. ജനറലായിട്ട് a raised to n u of -n -1 അല്ലെങ്കിൽ b raised to n u of -n -1 അല്ലെങ്കിൽ -b raised to n u of -n -1 എല്ലാം സെയിം ആൻസർ തന്നെയാണ്. ഈ സെയിം മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു. BTech MEDC.